എന്തിനാ ആ വീട്ടിലെ ഫംഗ്ഷൻ പോയെന്ന് ആലോചിക്കുക. അവിടെ നമ്മളെ ആരും ശ്രദ്ധിച്ചതേ ഇല്ല. എന്റെ ഫ്രണ്ട് പോലും വായെന്നൊരു വാക്ക് പറഞ്ഞിട്ട് അവൻ അവന്റെ വഴിക്ക് പോയി. പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല. അവരെ ബഹുമാനിച്ചു, എന്നെ ബഹുമാനിച്ചില്ല. എന്നെ അവരെ അപമാനിച്ചെന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല. നിങ്ങൾ പോകുമ്പോ തന്നെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും പോയത്. എന്റെ ഫ്രണ്ട് എന്നെ സ്വീകരിക്കും, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ബഹുമാനിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു കാണും. സ്വർഗരാജ്യത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരു വിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വിരുന്നിൽ നമ്മൾ പങ്കെടുക്കണം. ആ വിരുന്നിലേക്ക് പോകാൻ നമ്മെ ക്ഷണിക്കുന്നതിൽ ദൃഢനിശ്ചയത്തോടെ പോകാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇവിടെയുള്ള എല്ലാ വിരുന്നിലും പങ്കെടുത്തിട്ട് അവിടെയുള്ള ആ വിരുന്ന് വിട്ടുകളഞ്ഞാൽ നമ്മളെപ്പോലെ നഷ്ടപ്പെട്ടവർ വേറെ ആരും ഉണ്ടാവില്ല. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിയിലൂടെ ധാരാളം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് ഞങ്ങൾ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നേ ദിവസം കല്യാണ വീട് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. കല്യാണ വീട് എന്ന് പറഞ്ഞാൽ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ എല്ലാവരുടെ മനസ്സിലും ഒരു സന്തോഷം ഉണ്ടായിരിക്കും. എന്നാൽ പല സമയങ്ങളിലും കല്യാണ വീടുകളിൽ ആ സന്തോഷം നിറവോടെ കാണപ്പെടാറില്ല. അനേകം കല്യാണ വീടുകളിൽ പരിപാടികൾ സന്തോഷത്തോടുകൂടി തുടങ്ങി വഴക്കിലായിരിക്കും അവസാനിക്കുക. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിഗളിപ്പും പ്രതീക്ഷയുമാണ് കാരണം. ദൈവമക്കളായ നമ്മൾ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ശ്രദ്ധയോടെ താഴ്മയോടെ കാണപ്പെട്ടാൽ മാത്രമേ നമ്മൾ എവിടെ ചെന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. മാലതി, ഒന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഞാൻ ഇറങ്ങാൻ പോവല്ലേ? ഇറങ്ങാൻ പോവാണ്, പക്ഷേ എപ്പോ ഇറങ്ങുമെന്ന് പറ. നിങ്ങൾക്കെന്താ പെട്ടെന്ന് റെഡിയാവാൻ പറ്റും? ഞങ്ങൾ അങ്ങനെയാണോ? ഞങ്ങൾക്കൊക്കെ കുറച്ച് സമയം എടുക്കുക തന്നെ ചെയ്യും. ഇന്ന് 2 വീടുകളിലാ ഫംഗ്ഷൻ. അപ്പൊ കുറച്ച് നേരത്തെ പോകേണ്ടതല്ലേ? അവരാണെങ്കി എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതെ, നിങ്ങൾ ചെന്നില്ലെങ്കിൽ അവിടെ ഫംഗ്ഷൻ നടക്കില്ലല്ലോ അല്ലേ? ഞാൻ വേഗം വന്നോളാം, നിങ്ങൾ പൊയ്ക്കോ. എടാ, നീ എന്താടാ ഇവിടെ ഇരിക്കുന്നെ? വെറുതെ ഇരുന്നാടാ, സമയം പോണ്ടേ. അല്ല, എങ്ങോട്ടാ അണിഞ്ഞൊരുങ്ങിയത്? എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടടാ, അങ്ങോട്ട് പോകുന്ന വഴിയാ. നീ വരുന്ന? എടാ, അവരാരാണെന്ന് പോലും എനിക്കറിയില്ല. എന്നെ ആണെങ്കിൽ വിളിച്ചിട്ടുമില്ല. എന്നെ നിനക്കറിയാലോ. നിന്നെ അറിയാലോ. എന്നാ കേറ്, നമ്മളെന്താ അവിടെ പോയി ഫംഗ്ഷൻ നടത്താൻ പോകണം? കഴിക്കാനല്ലോ പോകുന്നേ, കേറാ. അവന്റെ ഒരു ഫോർമാലിറ്റി. ശരിക്കിരിക്കും. എടാ, നിന്റെ കൂടെ ഈ കല്യാണത്തിന് വരാൻ എനിക്ക് നല്ല പേടിയുണ്ടാ. അതെന്താ? അതെന്താന്ന് ഞാൻ തന്നെ പറയണോ? കല്യാണ വീട്ടിലെ ഇറച്ചിക്കറി ശരിയായിട്ട് വിളമ്പിയില്ലെന്ന് പറഞ്ഞ് നീ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നോ? എടാ, ഇറച്ചിക്ക് വേണ്ടി വെട്ടും കുത്തുവാ നടക്കുന്നത്. ആവശ്യത്തിന് വിളമ്പിയോ ഞാനെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? എടാ എടാ ഒരു തവിയല്ലേ ഒഴിക്കുള്ളൂ, അല്ലാതെ ചട്ടിയിലുള്ളത് മുഴുവൻ ഒഴിക്കാൻ പറ്റുമോ? ശരി, നീ വാ വെച്ചൊന്ന് ചുമ്മാ ഇരിക്കും. അവിടെ അങ്ങനൊന്നും ഉണ്ടാവില്ല. ആ, കാണാം കാണാം. ഇപ്പൊ എന്തിനാ ഇങ്ങനെ മോന്തയും വീർപ്പിച്ചിരിക്കുന്നേ? എന്തിനാ വീട്ടിലെ ഫംഗ്ഷൻ പോയെന്ന് ആലോചിക്കായിരുന്നു. അവിടെ നമ്മളെ ആരും ശ്രദ്ധിച്ചതേ ഇല്ല.
എന്റെ ഫ്രണ്ട് പോലും വായെന്നൊരു വാക്ക് പറഞ്ഞിട്ട് അവൻ അവന്റെ വഴിക്ക് പോയി. പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല. എന്തായിട്ടാ ഇത്? ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഫംഗ്ഷൻ നടക്കുന്ന വീടാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ ആരെങ്കിലും ദേഷ്യപ്പെടുവോ? അതെങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുന്നു പറ. എനിക്ക് എന്തുമാത്രം അവമാനം ഉണ്ടായി നിനക്കറിയോ? മറ്റുള്ളതൊക്കെ വിട്ടേക്ക്. ആഹാരം കഴിക്കുമ്പോൾ പോലും അടുത്തിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവരെയൊക്കെ അവർ കാര്യമായിട്ടില്ല നോക്കി. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയായിരുന്നു. തെറ്റാണ്, പക്ഷെ ഇത് അറിയാതെ നടന്നതല്ലേ? അറിഞ്ഞു നടന്നതോ അറിയാതെ നടന്നതോ അവമാനം അവമാനം തന്നെയല്ലേ? എങ്ങനെ ഈ ഫംഗ്ഷനില് ഒരു പ്രശ്നം ഉണ്ടായില്ല? അല്ല, അതെങ്ങനെ ശരിയാവും? നിന്നെ അവിടെ സ്വീകരിച്ചത് വേറെ ലെവലല്ലായിരുന്നോ? ഒന്ന് പറഞ്ഞുടാ, നിനക്ക് മാത്രം ഇത്ര സ്പെഷ്യൽ സ്വീകരണം? എടാ, അവൻ എന്റെ ഫ്രണ്ടല്ലേ. എന്നെ സ്വീകരിക്കാതെ വേറെ ആരെ സ്വീകരിക്കാനാ? അവൻ എന്നെ വില വയ്ക്കാതിരുന്നെങ്കിൽ പിന്നെ ഞാൻ അവനെ തിരിഞ്ഞു നോക്കിയല്ല. ഫ്രണ്ട്ഷിപ്പ് കട്ടാവും. ഹലോ, എന്താടാ എന്റെ ഫോൺ എടുക്കാത്തെ? അമ്മ പറഞ്ഞു ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോ നീ വല്ലാത്ത മൂഡ് ഔട്ടിലായിരുന്നു. എന്താടാ? അതൊന്നുമില്ലടാ. ഡാ, നിന്റെ പറച്ചിൽ കേട്ടാ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഡാ, എന്താണെങ്കിലും എന്നോട് പറ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇതിനൊക്കെ ആരെങ്കിലും ദേഷ്യപ്പെടുവോ? ഞാൻ ദേഷ്യത്തിലാണ് ഇരിക്കുന്നതെന്ന് നിന്നോട് പറഞ്ഞോ? ദേഷ്യമില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിച്ചൂടെ? ദേവി ഇതൊന്നും മിണ്ടായിരിക്കെ. ഇന്ന് ലീവല്ലേ? എന്റെ കൂടെ കടയിൽ പോവാൻ വന്നൂടെ? വീട്ടിൽ വെറുതെ ഇരുന്ന BP കൂടത്തേ ഉള്ളൂ. വെറുതെ പറഞ്ഞതല്ലേ. വാ പോവാ. വാ പോവാ. നിങ്ങൾക്ക് ആ ഫോണൊന്നും എടുത്തൂടെ? എനിക്കെടുക്കാൻ താല്പര്യമില്ല. താല്പര്യം ഇല്ലെങ്കിൽ ഫ്രണ്ടിനോട് പറഞ്ഞൂടെ എനിക്കെടുക്കാൻ താല്പര്യമില്ലെന്ന്? ഞാൻ നിന്റെ അടുത്ത് വല്ല അഡ്വൈസും ചോദിച്ചോ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ നിന്നോട് വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? മര്യാദയ്ക്ക് ഞാൻ ആ വീട്ടിലങ്ങനെ ഇരിക്കില്ലായിരുന്നോ? മാലതി, എന്തുപറ്റി? നിങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ട് എന്തോ വഴക്കുണ്ടായതുപോലെ തോന്നുന്നു. പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. പച്ചക്കറി വാങ്ങി വെച്ചിട്ട് പോയിരുന്നു, അത് എടുത്തോണ്ട് പോവാൻ വന്നതാ. അങ്ങനൊന്നുമില്ല ചേച്ചി, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ആ, ഒരു മിനിറ്റേ. ചേട്ടാ. ആ ചേച്ചി, പറഞ്ഞല്ലോ എടുത്തിട്ടുണ്ടേ. ശരി ചേട്ടാ, വന്നേ. ഇതാ ചേച്ചി നടന്നത്. ഇതിനാ ഇത്രയും വിഷമിക്കുന്നത്? വിഷമിക്കാതെ പിന്നെ എന്ത് ചെയ്യും ചേച്ചി? അവൻ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ പോയത്. ഇതിന്റെ പേരില ഞാൻ ലീവ് എടുത്തത്. അവൻ ക്ഷണിച്ചിട്ടല്ലേ ചേച്ചി ഞങ്ങൾ അവിടെ പോയത്. ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ അവൻ ചോദിക്കേണ്ടതല്ലേ? തെറ്റ് തന്നെയാ. നിങ്ങളുടെ ഫ്രണ്ട് ചെയ്തത് തെറ്റ് തന്നെയാ. തീർച്ചയായും നിങ്ങളെ ബഹുമാനിക്കണമായിരുന്നു. പക്ഷേ ആ ഫംഗ്ഷന് നിങ്ങൾ മാത്രമല്ലല്ലോ പോയത്. നിങ്ങളെപ്പോലെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. ശരിയല്ലേ രഞ്ജിത്ത്? വന്നിട്ടുള്ള എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയെന്ന് വരുമോ? അതോ ഭക്ഷണം കഴിച്ചോന്ന് അവർക്ക് നോക്കാൻ പറ്റുമോ? വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ മാത്രമല്ലേ പറ്റൂ രഞ്ജിത്ത്. നിങ്ങളുടെ ഫ്രണ്ട് മനഃപൂർവ്വം അങ്ങനെ പെരുമാറിയതല്ലോ. എന്തോ അറിയാതെ അങ്ങനെ നടന്നുപോയി, അത്രയല്ലേ ഉള്ളൂ. ഫംഗ്ഷൻ നടക്കുന്ന വീടാണെങ്കിൽ അങ്ങനെയൊക്കെ നടന്നെന്നിരിക്കും. അവരെ ബഹുമാനിച്ചു, എന്നെ ബഹുമാനിച്ചില്ല, എന്നെ അപമാനിച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ പോകുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷയോടെയായിരിക്കും പോയത്. എന്റെ ഫ്രണ്ട് എന്നെ സ്വീകരിക്കും, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ബഹുമാനിക്കും എന്നൊക്കെ വിചാരിച്ചു കാണും. അത് നടക്കാതെ വന്നപ്പോ നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെ നിങ്ങൾ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ എവിടെ പോയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങളെ അവര് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും
നിങ്ങളുടെ മനസ്സിനെ അത് ബാധിക്കുകയില്ല. നിങ്ങളെ ബഹുമാനിച്ചാൽ പോലും നിങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. രഞ്ജിത്ത്, ഈ ലോകത്ത് കർത്താവിന്റെ മക്കൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് വേദപുസ്തകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് പോലും ബൈബിളിൽ സൊല്യൂഷൻ ഉണ്ട് രഞ്ജിത്ത്. ഈ പ്രശ്നങ്ങൾക്കോ? അതെ രഞ്ജിത്ത്. ലൂക്കോസ് 17-ാം അധ്യായം 7-ാം വചനത്തിൽ നിന്ന് 11-ാമത്തെ വചനം വരെ വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും യഹോവ എന്താ പറയുന്നതെന്നോ. നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് എന്നുവെച്ചാൽ എന്താണ് അർത്ഥം? വിവാഹത്തിനൊക്കെ പോകുമ്പോ ബഹുമാനവും ആദരവും ഇതൊന്നും പ്രതീക്ഷിക്കരുതെന്നർത്ഥം. കാരണം നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. അപ്പോൾ അവരെ അവൻ കൂടുതൽ ബഹുമാനിക്കണമല്ലോ. എന്നാൽ യാതൊന്നും പ്രതീക്ഷിക്കാതെ പോയി ബഹുമാനിക്കപ്പെട്ടാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അതല്ലേ ഏറ്റവും നല്ലത്? രഞ്ജിത്ത്, പോയിട്ട് ആദ്യം നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിക്ക്. ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല. ആരായിട്ടാ? നിങ്ങളുടെ ഫ്രണ്ടാണോ? അതെ മതി, അവനെ വിളിക്കുന്നു. എടുത്ത് സംസാരിക്കേ. ഹലോ, എന്തൊക്കെയുണ്ടാ? പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? കല്യാണ വീട്ടിലേക്ക് പോയാൽ എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലായില്ലേ? അടുത്തതായി കർത്താവിന്റെ വചനം പങ്കുവച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ സഹോദരി അനിത ഭാനു അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക, ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നല്ല വീടെന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം നമ്മൾ ഒരു കാര്യത്തിനു വേണ്ടി ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കല്യാണ വീട്. കല്യാണ വീടെന്ന് പറഞ്ഞ ഉടനെ സന്തോഷം തോന്നുന്നില്ലേ? ആരെയും അത് ദുഃഖിപ്പിക്കില്ല. എന്തുകൊണ്ടാണെന്നോ? വിരുന്നു വീടാണ്. വിരുന്നെന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ല സന്തോഷം നിറഞ്ഞ സന്ദേശം അതിന് പിന്നിലുണ്ടാവും എന്നാണ് അർത്ഥം. ആരായിരുന്നാലും സന്തോഷമില്ലെങ്കിൽ വിരുന്നു സൽക്കാരം നടത്താറില്ല. എന്നാൽ ബൈബിളിലും അത് തന്നെയാണ് പറയുന്നത്. സഭാപ്രസംഗി 10-ാം അധ്യായം 19-ാമത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കൂ. സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു. ഇന്ന് നമ്മൾ ലോകത്തിൽ ധാരാളം ഫംഗ്ഷൻസ് ആഘോഷിക്കാറുണ്ട്. അത് പറയേണ്ട കാര്യമില്ല. ധാരാളം ഫംഗ്ഷൻസ് ഉണ്ടാവും. വിരുന്ന് സൽക്കാരം നടത്തും, കഴിക്കും, സന്തോഷമായിരിക്കും, സന്തോഷം പങ്കുവെക്കാറുണ്ട്, സന്തോഷത്തോടെ പങ്കെടുക്കും. നല്ലത് തന്നെ. എന്നാൽ ഇന്ന് കർത്താവ് വേദപുസ്തകത്തിൽ നമുക്കൊരു വിരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിരുന്നിൽ നമ്മളും പങ്കെടുക്കണം. ഇന്ന് സന്തോഷകരമായ വാർത്ത എന്താണെന്നറിയാമോ? മത്തായി 4-ാം അധ്യായം 17-ാമത്തെ വചനം വായിച്ചു നോക്കിയാൽ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അതാണ് അവന്റെ ആദ്യത്തെ പ്രസംഗം. അപ്പോൾ ഒരു മനുഷ്യൻ, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഈ ഭൂമിയിൽ വാഴുന്ന ഒരു മനുഷ്യൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിയണം എന്ന് യേശുക്രിസ്തു ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ആ സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു ആദ്യമായി സംസാരിക്കുന്നത്, മനുഷ്യനോട് സംസാരിക്കുന്നത്. മാനസാന്തരപ്പെട്ടാലേ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയൂ. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സ്വർഗരാജ്യത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ മാനസാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക് വരണം എന്നാണ് കർത്താവ് പ്രസംഗിച്ചത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം എന്താണ് പറയുന്നതെന്നോ? മത്തായി 22-ാം അധ്യായം ആദ്യത്തെ 14 വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവൻ ഇത് ഉപമയെപ്പോലെ പറഞ്ഞുകൊടുക്കുന്നത് നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിന് എന്തുമായിട്ടാണ് സാമ്യമുള്ളത് എന്നുള്ളത് കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത്, സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം എന്നാണ് മത്തായി 22-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു രാജാവ് തന്റെ പുത്രന്റെ കല്യാണം നടത്തുമ്പോൾ വിരുന്ന് സൽക്കാരമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വിരുന്നിന് പല ഒരുക്കങ്ങൾ, പല തയ്യാറെടുപ്പുകൾ, പല ജോലികൾ, പലതും ഏർപ്പാട് ചെയ്യാനുണ്ടാവും. ഒരു രാജാവിന്റെ വീട്ടിലെ കല്യാണമാണ്. അത് നിസ്സാരമല്ല. വെറുതെ നടക്കുമോ? വലിയ ഏർപ്പാടുകൾ നടക്കും. ഗംഭീരമായിട്ട് നടത്തണം, നല്ല ആഡംബരമായിട്ട് നടത്തണം. അതിന് സദൃശ്യമായിരിക്കും ഈ വിരുന്ന് വീട്, അതായത് സ്വർഗരാജ്യം എന്ന് കർത്താവ് പറയുന്നു. ഒന്നാമതായി
കല്യാണത്തിന് ക്ഷണിച്ചവർക്ക് മാത്രമേ വരാൻ സാധിക്കൂ. ഈ സ്വർഗരാജ്യത്തേക്കായാലും ക്ഷണിക്കപ്പെട്ടവർക്കേ വരാൻ കഴിയൂ. അതുകൊണ്ടാണ് യേശു സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യരെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത്. ഇവിടെ യഹോവ പറയുന്നു, ലൂക്കോസ് 5:32 പാപികളെ എത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. ആ ക്ഷണം കണ്ടില്ലേ? സ്വർഗരാജ്യത്തേക്ക് പോകണമെങ്കിൽ ഈ ക്ഷണം ഉള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ കഴിയൂ. മുൻപേ തന്നെ നിങ്ങൾക്ക് ഈ ക്ഷണം കിട്ടിയിട്ടുണ്ടാവും, എത്രയോ തവണ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. പാപികളെ മാനസാന്തരപ്പെടാൻ വേണ്ടി വിളിക്കാൻ വന്നതാണെന്ന് കർത്താവ് പറയുന്നു. ഈ സ്വർഗരാജ്യത്തേക്ക് പോകണമെങ്കിൽ കർത്താവ് എല്ലാത്തിനും ഒരു ക്ഷണം നൽകുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയും. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ പാപത്തിനടിമയായിരിക്കാം, ഏതെങ്കിലും ഒരു കാര്യത്തിന് അടിമയായിരിക്കാം. ഇന്ന് യഹോവ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, പാപം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുക, ഈ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും എന്ന് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. മൂന്നാമതായി 1 തെസ്സലോനിക്കർ 4:7 വായിച്ചു നോക്കിയാൽ, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ഏതൊരു മനുഷ്യൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ സ്വയം സമർപ്പിക്കുന്നുവോ അവർക്കേ ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അതിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനെ ഇന്നും സ്നേഹത്തോടെ ക്ഷണിക്കുന്നത്. മുൻപേ തന്നെ ഈ ക്ഷണം വന്നിട്ട് ഒരുപക്ഷെ നിങ്ങൾ ആ ക്ഷണത്തിന് അർഹതയില്ലാത്തവരായി പെരുമാറുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് കർത്താവ് വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ ദൈവം നിങ്ങളെ വിളിക്കുന്നത് എന്നാണ് ഈ വചനം പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ. വെളിപ്പാട് പുസ്തകത്തിലെ 19:9 നിങ്ങൾ വായിച്ചു നോക്കിയാൽ, യഹോവ സ്വർഗരാജ്യത്ത് നമുക്കൊരു വിരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ വിരുന്നിനു വേണ്ടിയാണ് കർത്താവ് ഇന്ന് ഈ കാര്യം നമ്മെ പഠിപ്പിച്ച് അതിനായി ക്ഷണിക്കുന്നത്. ഇവിടെ ഈ രാജാവിന്റെ വീട്ടിലെ കല്യാണത്തിനായി ക്ഷണിച്ചപ്പോൾ ധാരാളം പേർ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ ക്ഷണിച്ചവർക്കെല്ലാം രാജാവ് വിരുന്ന് സദ്യക്ക് ഏർപ്പാട് ചെയ്ത് ക്ഷണിച്ചവരെല്ലാം വിളിക്കൂ എന്ന് പറഞ്ഞ് രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചവരിൽ പലർക്കും ആ കല്യാണ സദ്യയിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയില്ലാതെ പോയി, അലക്ഷ്യം കാണിച്ചു. ആരും അതത്ര കാര്യമാക്കിയില്ല. അതിനെക്കുറിച്ചാണ് ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ മത്തായി 22 ആദ്യത്തെ 11 വചനങ്ങളെക്കുറിച്ച് ഞാൻ മുൻപേ പറഞ്ഞിരുന്നു. വീണ്ടും ബൈബിളിലെ ആ ഭാഗം നാം വായിച്ചു നോക്കിയാൽ അവിടെ കല്യാണ സദ്യ തയ്യാറായിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല എന്ന് 22 8 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല. കർത്താവ് നമ്മളെ ക്ഷണിക്കുമ്പോൾ, സ്വർഗ രാജ്യത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, ആ ക്ഷണത്തിന് നമ്മൾ യോഗ്യരാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്ന കല്യാണ സദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കൂ. അങ്ങനെ ക്ഷണിച്ചതിനെ കാര്യമാക്കാതെ യോഗ്യതയില്ലാതെ പോയാൽ ഈ രാജാവിന്റെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് ഇവിടെ പറയുന്നത്. ഇപ്പോൾ രാജാവിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. അതിന് നമ്മൾ യോഗ്യരായിരിക്കണം. അതുപോലെ രണ്ടാമതായി തയ്യാറായിരിക്കണം. കല്യാണ വീട്ടിലേക്കുള്ള വസ്ത്രം ധരിച്ചിരിക്കണം. നമുക്ക് കർത്താവ് ഒരു വസ്ത്രം തരുന്നുണ്ട്. അഴുക്കു വസ്ത്രമല്ല, നല്ല വൃത്തിയായി അലക്കിയിട്ടുള്ള വസ്ത്രം, വിശുദ്ധമായ വസ്ത്രം, ലോലമായ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം. ഈ വസ്ത്രം നമ്മൾ ധരിച്ചാൽ മാത്രമേ രാജാവ് നമുക്കായി തയ്യാറാക്കിയിരിക്കുന്ന സദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കൂ. നമുക്കൊരു വിരുന്ന്, അതായത് കല്യാണ സദ്യ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ കല്യാണ സദ്യയിൽ പങ്കെടുക്കണമെങ്കിൽ നല്ല വസ്ത്രം വേണം. കല്യാണ വസ്ത്രം ധരിച്ചവർക്കേ അവിടെ പോകാൻ സാധിക്കൂ. എല്ലാവർക്കും പോകാൻ പറ്റില്ല. ക്ഷണം എല്ലാവർക്കും വരുന്നുണ്ട്. ആ ക്ഷണത്തിന് പാത്രരായി പെരുമാറുകയും വേണം. നമ്മൾ കല്യാണ വസ്ത്രവും ധരിച്ചിരിക്കണം. ഇതാണ് കർത്താവ് നമ്മോടിവിടെ പറയുന്നത്. അതുകൊണ്ട് തയ്യാറെടുക്കാതെ, നമുക്കതിന് അർഹതയില്ലാതെ, നമ്മൾ ആ ക്ഷണം സ്വീകരിക്കാതെ ഈ വിരുന്നിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഈ ലോകത്ത് ഭൂമിയിൽ നടക്കുന്ന വിരുന്നെല്ലാം അനിത്യതയുള്ളതാണ്, സന്തോഷപൂർവ്വം പങ്കുവെക്കുന്നവയാണ്. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അതാണ് നിത്യതയുള്ള വിരുന്ന്. പരിശുദ്ധവാനായ ദൈവം, സ്വർഗരാജ്യത്തെ നമുക്കായി തയ്യാറാക്കിയിരിക്കുന്ന വിരുന്നിൽ നമ്മൾ പങ്കെടുക്കണം. ഇവിടെയുള്ള എല്ലാ വിരുന്നിലും പങ്കെടുത്തിട്ട് ആ വിരുന്ന് നമ്മൾ വിട്ടുകളഞ്ഞാൽ നമ്മളെപ്പോലെ നഷ്ടം അനുഭവിച്ചവരാരും ഉണ്ടാവില്ല. അതേ സമയത്ത് ഈ വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ പങ്കെടുക്കുന്നില്ലയോ, ഈ ഭൂമിയിൽ നമ്മൾ മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയോ, സ്വർഗരാജ്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വിരുന്ന് തയ്യാറാക്കി വെച്ചിട്ടില്ലേ? ആ വിരുന്നിൽ നമ്മൾ പങ്കെടുക്കണം. ആ വിരുന്നിൽ പങ്കെടുക്കാനായി നമ്മെ ക്ഷണിച്ചിട്ടുള്ളതിൽ മുറുകെ പിടിച്ച് നമ്മൾ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കണം. കല്യാണ വസ്ത്രം ധരിച്ചവരായി നമ്മൾ കാണപ്പെടണം. അതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14:15 വായിച്ചു നോക്കിയാൽ
കൂടെ പന്തിയിലിരിക്കുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്നവൻ, വിരുന്നുണ്ണുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ സ്വർഗരാജ്യത്തേക്ക് പോകണം. സ്വർഗരാജ്യത്തിലേക്ക് പോയി യേശുവിന്റെ കൂടെ ഇരുന്ന് വിരുന്നിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ ഒരു തയ്യാറെടുപ്പുണ്ട്, അവിടെ ഒരു വസ്ത്രമുണ്ട്, അവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യം. ഈ കാര്യത്തിന് നമ്മൾ തയ്യാറായിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുവരെ കർത്താവ് എത്രയോ സമയങ്ങളിൽ, എത്രയോ തരം ചുറ്റുപാടുകളിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, എത്ര തവണ കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, എത്ര തവണ എന്റെ മക്കളെ, എന്റെ മകനെ, എന്റെ മകളെ, നിങ്ങൾ വരൂ എന്ന് ക്ഷണിച്ചിട്ടില്ലേ? സ്വർഗരാജ്യം സമീപത്ത് തന്നെ ഉണ്ട് എന്നവൻ പറഞ്ഞിട്ടുണ്ട്. മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷണത്തിന് നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ? ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ, ഇന്ന് കർത്താവ് വന്ന് നിങ്ങളെ ആ വിരുന്നിന് കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ നിങ്ങളതിന് റെഡിയാണോ? നിങ്ങൾ കല്യാണ വസ്ത്രം ധരിച്ചിരിക്കുകയാണോ? കർത്താവ് ഇന്ന് ഇതിനു വേണ്ടിയാണ് പ്രതീക്ഷിച്ച് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് യഹോവ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്ദർഭം, ഒരു അവസരം കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. ചോദിക്കുകയാണ്, ഇന്നെങ്കിലും മകളെ എന്റെ അടുത്തേക്ക് വരാമോ? സ്നേഹമുള്ള മകനെ എന്റെ അടുത്തേക്ക് വരാമോ? നിന്നെ എനിക്ക് തരാമോ? ഇന്ന് ഞാൻ നിന്നെ ക്ഷണിക്കുന്നതിനായി നിന്നെ തേടി വന്ന് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. ഈ ക്ഷണം സ്വീകരിച്ചു വരാമോ? നിനക്കൊരു വിരുന്ന് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത്. അതിനാണ് എന്റെ ജീവൻ ഞാൻ നിനക്ക് തന്നത്. എന്റെ രക്തമെല്ലാം ചിന്തിയതാണ്. ഞാൻ ജീവത്യാഗം ചെയ്തതാണ്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവമക്കളെ, ഇന്നെങ്കിലും കർത്താവിന് മുൻപാകെ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി സ്വയം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനു വേണ്ടിയും ഓരോ മകൾക്കു വേണ്ടിയും അങ്ങയുടെ പാദങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ചെറുപ്പക്കാർ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. മുൻപേ തന്നെ ക്ഷണം കിട്ടി, കർത്താവെ ആ ക്ഷണത്തിന് യോഗ്യതയില്ലാത്തവരായി മറ്റു വഴികളിലൂടെ അവരുടെ ജീവിതം തിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. ഇന്ന് അങ്ങയുടെ മക്കളെ സ്നേഹത്തോടെ അങ്ങ് വിളിക്കുകയാണ്. അങ്ങയുടെ മക്കൾ സമർപ്പണ മനോഭാവത്തോടെ കർത്താവെ ഇന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. യേശുവേ, അങ്ങേ മക്കളെ സ്വീകരിക്കണമേ. ആ സ്വർഗരാജ്യത്തെ വിരുന്നിന് യോഗ്യന്മാരായി കർത്താവെ ഇവരെ അങ്ങ് സ്വീകരിക്കണമേ. അതിൽ പങ്കുള്ളവരായി ഈ മക്കൾ ഓരോരുത്തരും മാറണേ യേശുവേ. ഓരോരുത്തരെയും മാറ്റണേ യേശുവേ. ഒരാളെ പോലും അങ്ങ് കൈവിടരുതേ. ഓരോരുത്തരും സ്വർഗരാജ്യത്തിലുള്ള വിരുന്നിൽ പങ്കെടുക്കാൻ ഇടയാക്കണമേ. ആ നിത്യ വിരുന്നിൽ പങ്കെടുക്കുന്നതിനായി ഈ മക്കൾക്ക് കൃപ നൽകണമേ കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഇവരെ സ്വീകരിക്കുന്നതിനായി സ്തോത്രം. ഈ മക്കളെ അങ്ങ് സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഇവരെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഇവരെ ക്ഷണിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഈ മക്കളെ ഇത് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വീകരിച്ചതിനായി നന്ദി അർപ്പിക്കുന്നു. അങ്ങേക്ക് മഹിമ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അതുമാത്രമല്ല, വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോടെ സത്യം ടിവിയിലും കംഫർട്ടർ ഡിജിറ്റൽ ചാനലിലും കാണാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.